ഇത് ഡേ മൈ ലൈഫാണ്. പക്ഷേ ഇത് 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. കാരണം ഒറ്റ തടം ഇടാൻ മൊത്തവും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമാണ് ഇപ്പോഴും, കുറച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത വീഡിയോയിലും കാണിച്ചു തരാം കേട്ടോ. അന്നേരം കുറേ നോക്കിയ ശേഷം കുഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവരുമായിട്ടായിരിക്കും, ചേച്ചിയുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിയുടെ ഫ്രണ്ട്സുമായിട്ട്, അവർ ആ ഗ്യാങ്ങിലാട്ടോ. എൻ്റെ ഫ്രണ്ട്സിനെക്കാട്ടും എനിക്ക് അവരുമായിട്ട് കൂടാൻ, അവരുമായിട്ട് പുറത്ത് പോകാനൊക്കെയാണ് കൂടുതലും ഇഷ്ടം. അത് നല്ല കമ്പനിയാണ് ഞങ്ങളെല്ലാവരും. അന്നേരം ഇന്ന് ദേവു വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിയായിട്ട്. ദേവു ചേച്ചി കഴിഞ്ഞ മാസം നമുക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞിനെ കുറേ നാളായിട്ട് നമ്മൾ കണ്ടിട്ട് അങ്ങനെ അവളെ കൊണ്ടുവന്നതാണ്. ഇന്ന് നമ്മളൊക്കെ ടീമേ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുവാൻ ടീമേച്ചിയുടെ വീട്ടിലോട്ട്. കാരണം ടീമേച്ചി നമ്മൾ പറഞ്ഞിട്ടില്ല, ദേവു ചേച്ചി ഇവിടെ വന്നിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. ആ മതിലിനെ പോയി ഞെട്ടിക്കുന്ന കരുതി ഇരുന്നതാണ്. പക്ഷേ ശരിക്കും അവസരം നമ്മളാണ് ഞെട്ടിയത്. കാരണം അവിടെ ആളില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഒന്നെങ്കിൽ അവിടെ കാണത്തില്ലായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയതാണ്. എന്താണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ പുറത്ത് ലൈറ്റായിട്ട് നമ്മൾ മനസ്സിലായി അവിടെ ആളില്ല. അങ്ങനെ ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചി ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് സുഖമായിട്ട് നമ്മളന്നേരം പറഞ്ഞു അപ്പുറത്തിരി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ കസിൻ്റെ വീടുണ്ടായിരുന്നു, ചേച്ചിയുടെ വീട്ടിൽ പോയട്ടോ. അങ്ങനെ അവിടെ ഇരുന്നു. അന്നേരമാണ് പിന്നെ വിളിച്ച് പറയുന്നത് ദേവു ഉണ്ടോ കൂടെ, ദേവു ചേച്ചി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ട്. അതാണ് മനസ്സിലായി. പിന്നെ സർപ്രൈസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ പൊളിഞ്ഞ് കൈ കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് നേരെ പിന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. നമ്മൾ എല്ലാവർക്കും കൂടെ ഇവിടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ടീമേച്ചി. പിന്നെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടാട്ടോ നേരെ പോയത്. ഇതിൻ്റെ ബാക്കി ഇനിയുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്.